പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പണി അറിയാമെങ്കിൽ നിങ്ങളെ ആരും തോപ്പിക്കുകയില്ല. നിങ്ങൾക്ക് പണി അറിയണം. പണി അറിയാവുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതിലും ഇറങ്ങിക്കോ. ചിലര് ഗൾഫിൽ കാശ് ഉണ്ടാക്കിയ കാശുമായിട്ട് ഇവിടെ വന്ന് ചായക്കട തുടങ്ങും. പൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാ? ആ പണി അറിയില്ല, അതിന്റെ മർമ്മം അറിയില്ല. എന്നാൽ തൊട്ടപ്പുറം വേറൊരുത്തൻ അതേപോലെ ചായക്കട നടത്തി. അവനറിയാം ഇതിൽ ലാഭം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന്, എങ്ങനെയാണ് കസ്റ്റമറെ കയറ്റേണ്ടതെന്ന്, എങ്ങനെയാണ് കസ്റ്റമർ സംതൃപ്തനാണോ എന്ന് അറിയുന്നതെന്ന്, എങ്ങനെയാണ് പണിക്കാരെ മാനേജ് ചെയ്യേണ്ടതെന്ന്, ഏറ്റവും മിനിമം സ്റ്റാഫിനെ വെച്ച് എങ്ങനെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാമെന്ന് അവനറിയാം. അതല്ലാതെ അപ്പോൾ ഇവൻ വിജയിച്ച് കണ്ടിട്ട് വേറൊരുത്തം വന്ന് തുടങ്ങുന്നതല്ല. പല ഇൻഡസ്ട്രികളും വരുന്നത് വേറൊരുത്തന്റെ ഗ്ലാമർ കണ്ടിട്ട് വന്നിറങ്ങിയിട്ട് പൊട്ടിപ്പോകുന്നത് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് കിടന്ന് വേർത്ത് ക്യാമറാമാന്റെ ജോലി മുതൽ പ്രൊഡക്ഷൻ മാനേജറുടെ ജോലി മുതൽ ചായ കൊടുക്കുന്നവന്റെ ജോലി വരെ ചെയ്താൽ ഞാൻ ഈ സഞ്ചാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ദൂരദർശന് വേണ്ടി പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും കേരള വിശേഷം പോലെ, അല്ലെങ്കിൽ സമയം പോലെ, അല്ലെ ആചാര്യ പോലെ, അല്ലെങ്കിൽ മാലുവിന്റെ ലോകം പോലെ, അല്ലെങ്കിൽ കൃഷ്ണഗാഥ പോലെ നിരവധി ടെലിവിഷൻ പരിപാടികൾ ദൂരദർശന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്ക് ഇതിന്റെ ഇൻ ആൻഡ് ഔട്ട്സ് എല്ലാം അറിയാം. ഒരു ക്യാമറാമാന്റെ ബാറ്റ എത്രയാണ്, ക്യാമറ അസിസ്റ്റന്റിന്റെ ബാറ്റ എത്രയാണ്, ക്യാമറയുടെ വെയിറ്റ് എത്രയാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ടേപ്പ് ഏതാണ്, അന്നക്കാലത്ത് ഈ പണി മുഴുവൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. ടെലിവിഷൻ ഇൻഡസ്ട്രി പുറത്തുനിന്ന്